ദീപു ദീപു ഇന്ന് കാലത്ത് ചായ ഉണ്ടോന്ന് വിളിച്ചിട്ട് നീ എന്താ വാതില് തുറക്കാഞ്ഞത്? ഞാൻ അറിഞ്ഞില്ല ചേച്ചി. ഞാൻ കൊറേ നേരം തട്ടി. ഓഹോ, പോത്തുപോലെ വളർന്നു. പെൺകുട്ടികളോട് പെരുമാറാൻ പഠിച്ചിട്ടില്ല. ആ ചെടി വേണ്ട. നെക്സ്റ്റ് വൺ. രമ്യമോള അതല്ല, അടുത്തത്. ദീപട്ടാ, ഇതുണ്ടോ? ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ മുട്ടി തോണ്ടു വെച്ചിരിക്കുന്നു. അതങ്ങോട്ട് വെച്ചു മോളെ. ഇതിപ്പോ എവിടെയാ വെക്കാ? അവിടെ വെക്കാം. എക്സോറ ഒരെണ്ണം പോലും ഇല്ല. നമ്മുടെ ചെത്തിയില്ലേ, ചെത്തി, അതിന്റെ കാര്യമോ പറഞ്ഞത്. നമ്മുടെ ലോണിന്റെ കോർണറിൽ ഒരു അശോകമരം വേണം. അശോകമരം എന്ന് വെച്ചാൽ എന്താ അതിന്റെ ബൊട്ടാനിക്കൽ നെയിം? ഓ യെസ്, സൊറാക്ക ഇൻഡിക്ക. ഓ, എന്താ അവളുടെ വെയിറ്റ്, കൈ വേദനിക്കുന്നു. മോളെ, ആ സൈക്കിൾ എടുത്തോണ്ട് വാ. നമുക്കിവിടെ നല്ലൊരു ഗാർഡനർ വേണം. ചെടികളെ പറ്റിയും പൂക്കളെ പറ്റിയും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാള്. മിനിമം ക്വാളിഫിക്കേഷൻ BSc ബോട്ടണി, ഒപ്പം ഗാർഡനിങ് അറിഞ്ഞിരിക്കണം. അതാ സൈക്കിൾ വന്നല്ലോ. മോക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയോ? സാരമില്ല, ആന്റി തള്ളി തരാട്ടോ. ടാറ്റാ. പിപ്പി പിപ്പി പിപ്പി. കൊച്ചു കള്ള, ഇവിടെ ഒളിച്ചിരിക്കല്ലേ? ഞാൻ വീട്ടിൽ പോയിരുന്നു, ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു. സത്യം പറയാലോ മോനെ, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നു. അതെന്തിന്? പുറത്താരെങ്കിലും പടക്കം പൊട്ടിച്ചോ? ചിലക്കാണ്ടിക്കട. നമ്മുടെ ദീപുവിന്റെ ആദ്യത്തെ ഫസ്റ്റ് നൈറ്റ് ആണ് ഇന്നലെ കഴിഞ്ഞത്. സംഗതി എന്തായി, എവിടം വരെ എത്തിക്കാണുമെന്ന് ആലോചിച്ച് ഉറക്കം പോയിന്ന്. പറ മോനെ ദീപു, എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം വിശദമായിട്ട് പറയണം. ഗ്ലാസിൽ പാലുമായി നമ്രശ്രസ് കേ വരുന്ന ഭാഗം വേണ്ട. ചട്ടം. ഏത് ഭാഗം വേണം വേണ്ടെന്ന് തീരുമാനിക്കുന്നത് നീയല്ല. അതുകൊണ്ടല്ല, ഈ പാലും കൊണ്ട് വരുന്നത് സിനിമയിലൊക്കെ ധാരാളം കണ്ടതല്ലേ. ഇത് സിനിമയല്ല, പച്ചയായ ജീവിതമാണ്. ഞങ്ങൾ ഇന്നലെ സ്പർശനത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ആരാ ആദ്യം സ്പർശിച്ചേ? നാണിക്കണ്ട, പറഞ്ഞോളൂ. കരീമിക്കൊക്കെ രമേശിന് അപ്പുറത്ത് വേറെ ജോലിയൊന്നുമില്ലേ? അത് ശരിയാ. നിങ്ങളൊന്ന് പുറത്തു പോ. ദീപുവിന് എന്നോട് മാത്രമായിട്ട് പറയാൻ കാണുവേ. പറ. ആ പരിപാടി നടക്കൂല. ഇത് കേട്ട് കഴിഞ്ഞിട്ടുള്ള ജോലി മതി. എഴുന്നേക്ക്. എങ്ങനെ എഴുന്നേക്ക്? എഴുന്നേറ്റോ? എഴുന്നേക്കടോ. തനിക്ക് ഇത്രയും വയസ്സും പ്രായവും ഒക്കെ ആയില്ലേ, എന്നിട്ട് നാണമില്ലാത്ത ഫസ്റ്റ് നൈറ്റിന്റെ വിശേഷം ചോദിച്ചു വന്നിരിക്കുന്നു വൃത്തികെട്ടവൻ. താനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലോ. അല്ല ദീപു, നമ്മൾ മിണ്ടി പോരുത്. സാരയില്ല ചന്ദ്രത്തേക്ക് പോരെ. ഈ രമേശിന്റെ കല്യാണം കഴിയുമ്പോ അവന്റെ ഫസ്റ്റ് നൈറ്റ് നമുക്ക് ചോദിക്കാം. പോടൊപ്പം. ഹലോ, രമ്യമോള, പ്രിയ ആന്റിക്ക് കൊടുക്കുവോ? ഹലോ ദീപട്ടാ, എവിടുന്ന് വിളിക്കുന്നു? ഐ എം സോറി, റിയലി സോറി. എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? അത് വേണ്ട, അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം, അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അധികമൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ലത ചേച്ചിയും അമ്മയൊക്കെ എന്ത് പറയുന്നു? അവരൊന്നും പറയുന്നില്ല. ഞാനിവിടെ പ്ലാൻസ് ഒക്കെ ശരിയാക്കുന്നതിന്റെ തിരക്കിലാ. ആണോ? അതൊക്കെ പോട്ടെ. വൈകുന്നേരം വരുമ്പോ ഞാൻ പ്രിയക്ക് എന്താണ് മേടിച്ചോണ്ട് വരേണ്ടത്? എനിക്കൊരു തോക്ക് കിട്ടിയാ നന്നായിരുന്നു. തോക്കോ? പൂക്കളിൽ വന്നിരിക്കുന്ന വണ്ടികളെ വെടിവെക്കാൻ നല്ലൊരു തോക്ക്. തമാശ പറഞ്ഞാണല്ലേ? എങ്കിൽ നോക്കിക്കോ, ഞാൻ തമാശ പറഞ്ഞ് പ്രിയെ ഞാൻ ചിരിപ്പിച്ച്. ഒരു മിനിറ്റ്, എനിക്കിതാ വേറെ ഫോൺ വന്നിരിക്കുന്നു. ഞാൻ പിന്നെ വിളിക്കാം. ഹലോ, പ്രിയ, ദീപ്തി, രമ്യ, എല്ലാരും കഴിക്കാൻ വന്നോളൂ. അമ്മേ ഇരിക്കെ. സൗമിനി, എല്ലാം എടുത്തിട്ട് വാ.
ദീപേട്ടൻ എപ്പോ വന്നു? ഇപ്പൊ വന്നോളൂ. നല്ല വിശപ്പ്, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ആ. ഇന്ന് ഞാൻ സെർവ് ചെയ്തോളാം. വേണ്ട, പ്രിയ ചേച്ചി ഇരുന്നോളൂ. മതി. ഇങ്ങ് തമള ഞാൻ എടുത്തോളാം. ചിക്കൻ കറി, തോരൻ, തീയൽ, സാമ്പാറില്ലേ? ദീപേട്ടന് സാമ്പാർ ഇഷ്ടല്ലേ? എന്നാ ഞാൻ പോയി സാമ്പാർ എടുത്തോണ്ട് വരാം. ഈ കുട്ടി എന്താ ഇങ്ങനെ? അയ്യോ, കാലേ വീണോ? അവിടുന്ന് അനങ്ങണ്ട, കുപ്പിച്ചില്ലേ ഉള്ളൂ. സൗമിനി, ആ തുടയ്ക്കാനുള്ള തുണി എടുത്തോണ്ട് വന്നേ. എന്തിനാ മോള് ഇതൊക്കെ ചെയ്യാൻ പോയത്? ഇങ്ങോട്ട് മാറി നിക്ക്. ഇങ്ങോട്ട് ഇങ്ങോട്ട്. എന്തിനാ വരാൻ പറഞ്ഞത്? ലത ചേച്ചി പറഞ്ഞു ദീപേട്ട എന്നെ വിളിക്കുന്നെന്ന്. ചേച്ചിയായി പാല എന്നയച്ചത്. ഇത് ഞാൻ കുടിക്കട്ടെ? മധുരം തീരെയില്ല. സാമ്പാർ പാത്രം താഴെയിട്ട് പൊട്ടിച്ചു തോലയിലും അങ്ങനെ പൊട്ടിക്കട്ടെ. അയ്യോ വേണ്ട. ഇങ്ങ് തരുന്നേ. എന്ത് രസമായിരുന്നല്ലോ ദീപേട്ട. സാമ്പാർ പാത്രം ഇങ്ങനെ ജിങ്ങനെ വീണ് ക്ലങ്ങനെ പൊട്ടി ചെറുങ്ങനെ കുപ്പിച്ചിലി തെറിക്കുന്നതാണ്. അപ്പോ മനഃപൂർവ്വം പാത്രം നിലത്തിടുമായിരുന്നോ? പിന്നെന്താ വിചാരിച്ചു? രമ്യയും കുഞ്ഞുമോളൊക്കെ ഉറങ്ങി. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ കിടക്കാം. ഇവിടെ ഭൂമി കുലുങ്ങുന്നുണ്ടോ? ഉണ്ട്, കുലുങ്ങുന്നുണ്ട്. വീട് കുലുങ്ങുന്നുണ്ട്. ഈ മുറിയും കട്ടിലും ഒക്കെ കുലുങ്ങുന്നുണ്ട്. എനിക്ക് പേടിയാന്ന് ദീപേട്ട. നിന്നോ? ഇല്ല. ഇനിയും കുലുക്കുണ്ടായ എനിക്ക് ആപത്തൊന്നും വരാതെ നോക്കണേ ദീപേട്ട. ഞാൻ ഉറങ്ങട്ടെ.